ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അഗ്രസീവായ എക്സ്പാൻഷൻ പ്ലാൻ ഇപ്പോൾ വിസിബിൾ ആണ്. ഏഷ്യൻ പെയിന്റ്സും ബർജർ പെയിന്റ്സും അടക്കിവാണ പെയിന്റ് ഇൻഡസ്ട്രിയിൽ ബിർള ഓപ്പസ് അവതരിപ്പിച്ചുകൊണ്ട് പ്രവേശിച്ചിട്ട് അധികമായിട്ടില്ല. ഇപ്പോഴിതാ പോളിക്യാബ്, ഹാവൽസ്, KEI പോലുള്ള കേബിൾസ് ആൻഡ് വയേഴ്സ് ഇൻഡസ്ട്രിയിൽ ലീഡേഴ്സിന് വെല്ലുവിളിയായി ഈ സെഗ്മെന്റിലേക്കും ചുവടുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അൾട്രാടെക് സിമന്റ് വയേഴ്സ് ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്റെ പ്രഖ്യാപനം നടത്തിയത്. 1800 കോടി രൂപയുടെ കാപെക്സ് ഇതിനായി വിനിയോഗിക്കുമെന്നും അടുത്ത 2 വർഷത്തിനുള്ളിൽ ഓപ്പറേഷൻസ് ആരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ അൾട്രാടെക്കിന്റെ പൊസിഷൻ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ നടപടി. ബിർള ഗ്രൂപ്പിന് TMT സ്റ്റീൽ ബാർസ്, പ്ലൈവുഡ്, സാനിറ്ററി വെയർ, ഇലക്ട്രിക്കൽ കോമ്പണൻസ് പോലുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൊവൈഡർ ആകുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. വയേഴ്സ് ആൻഡ് കേബിൾസ് ഇൻഡസ്ട്രിയിൽ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 13% CAGR വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് ഈ ഇൻഡസ്ട്രിയിലെ മേജർ ആൻഡ് മൈനർ ആയിട്ടുള്ള കമ്പനികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടുത്തെ പോസിബിലിറ്റിയെ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് കമ്പനിയുടെ ശ്രമം. അൾട്രാടെക് എന്ന കമ്പനിയുടെ കോർ ബിസിനസ് സിമന്റ് ആണ്. 175 മില്യൺ ടൺ പെർ ആനം സിമന്റ് കപ്പാസിറ്റി മറികടക്കാൻ അൾട്രാടെക്കിന് സാധിച്ചിരുന്നു. ഈ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ള എക്സ്പാൻഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാർ മംഗളം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യൻ വയർ ഇൻഡസ്ട്രി, പോളിക്യാബ്, ഹാവൽസ് പോലുള്ള കമ്പനികൾക്കാണ് മേജർ ലീഡർഷിപ്പ് ഉള്ളത്. അതിനാൽ ഈ മേഖലയിലെ എക്സിസ്റ്റിംഗ് മേജേഴ്സിന്റെ കോമ്പറ്റീഷൻ കമ്പനിക്ക് നിർണായകമാകും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അൾട്രാടെക് എന്നത് സിമന്റ് ബിസിനസ്സിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കേബിൾസ് ആൻഡ് വയർ സെഗ്മെന്റിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണെങ്കിലും സിമന്റ് സെഗ്മെന്റായി ഡയറക്റ്റ് റിലേഷൻ അല്ല ഉള്ളത്. അൾട്രാടെക് എന്ന ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനാൽ സ്ട്രോങ് ഡീലർ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട്. ഇത് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രഷറിൽ ഹെൽപ്പ് ചെയ്യും. എങ്കിലും അൺഓർഗനൈസ്ഡ് ആയ ചെറിയ കമ്പനികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ മേജറായ വിരലിൽ എണ്ണാവുന്ന കമ്പനികളാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂ എൻട്രൻസ് മറ്റു കമ്പനികൾക്ക് പ്രൈസ് കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കും. ഇത് പ്രോഫിറ്റ് മാർജിൻ എഫക്ട് ചെയ്യും. മറ്റൊരു വെല്ലുവിളി, ആദിത്യ ബിർള ഗ്രൂപ്പ് എന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലെ ട്രസ്റ്റഡ് ബ്രാൻഡാണ്. അതിനാൽ കസ്റ്റമർ അറ്റൻഷൻ പിടിച്ചുപറ്റുന്നത് ഒരു ന്യൂ പ്ലെയറേക്കാൾ എളുപ്പമാണ്. ഇത് മറ്റ് കമ്പനികളുടെ ലീഡർഷിപ്പ് ഷെയർ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് മാറും. അൾട്രാടെക്കിന്റെ പാരന്റ് കമ്പനി ഗ്രാസിമിന്റെ പെയിന്റ് ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രിയും ഇത്തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബിർള ഓപ്പസിന്റെ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നമ്മൾ കാണുന്നതുമാണ്. അനൗൺസ്മെന്റ്സിന് പിന്നാലെ അനലിസ്റ്റുകൾ ഈ നടപടിയെ പോസിറ്റീവായാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇത് മറ്റ് കേബിൾ ആൻഡ് വയേഴ്സ് കമ്പനികൾക്ക് വലിയ വെല്ലുവിളി ആകില്ല എന്നാണ്. പ്രമുഖ ബ്രോക്കറേജായ ജെഫ്രീസ് ഓഹരിക്ക് ബൈ റേറ്റിംഗ് നൽകുന്നു. നിലവിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന കാപെക്സ് റിലേറ്റീവ്ലി ചെറുതാണ്. എങ്കിലും സിമന്റ് മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ആയതിനാൽ ഇത് എങ്ങനെ ഭാവിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മറ്റൊരു ബ്രോക്കറേജ് കമ്പനിയായ സിറ്റി പറയുന്നത്. സിറ്റിയും കമ്പനിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത്. ഇന്ന് വാർത്തയോട് ഓഹരി നെഗറ്റീവായാണ് പ്രതികരിച്ചത്. ഗ്യാപ് ഡൗണിൽ വ്യാപാരം ആരംഭിച്ച ഓഹരി 5% ഇടിവിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിക്ക് ഭൂരിഭാഗം അനലിസ്റ്റുകളും ബൈ ശുപാർശ നൽകുമ്പോൾ 21% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13,265 രൂപയാണ് ജെഫ്രീസ് നൽകുന്ന പ്രൈസ് ടാർഗറ്റ്. അൾട്രാടെക്കിന്റെ സർപ്രൈസ് അനൗൺസ്മെന്റ്സ് കേബിൾ ആൻഡ് വയേഴ്സ് ഓഹരികളിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. KEI ഇൻഡസ്ട്രീസ്, ഹാവൽസ് ഓഹരികൾ 10% ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി. RR കേബിൾ, ഫിനോലെക്സ് കേബിൾസ് ഓഹരികൾ 5% ഇടിവിലാണ് വ്യാപാരം ആരംഭിച്ചത്. പൊതുവെ ഈ ഓഹരികൾ മാർക്കറ്റ് കറക്ഷൻ അനുസൃതമായി ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് കുറച്ചു മാസങ്ങളായി പോകുന്നത്. പോളിക്യാബ് ഓഹരികൾ അതിന്റെ ഹൈയിൽ നിന്നും 25% ഇപ്പോൾ കറക്റ്റ് ചെയ്തു. ഹാവൽസ് 27%, RR കേബിൾ അതിന്റെ പീക്കിൽ നിന്നും 40%-ലധികവുമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഫിനോലെക്സ് കേബിളും 47% ഇടിഞ്ഞിട്ടുണ്ട്. 2026 ഡിസംബറോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്നതിനാണ് അൾട്രാടെക് ലക്ഷ്യമിടുന്നത്. അതിനാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കൃത്യമായി മനസ്സിലാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്.